ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. അപ്പൊ നമുക്ക് ഈ മാസം ലാസ്റ്റ് ആണ് അതിന്റെ അഡ്മിഷൻ ഡേറ്റ് അവസാനിക്കുന്നത്. അപ്പൊ അത് ഒന്നും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാണ്. അഡ്മിഷൻ ഇനി എടുക്കാനുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. പൊതുവെ വിളിക്കുന്ന എല്ലാവരും വീഡിയോ ഫുള്ള് കാണാണ്ട് കുറെ പേര് വിളിക്കുന്നവരുണ്ടാവും. നമ്മൾ എല്ലാ വീഡിയോയിലും ഈ ആവർത്തിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും വീഡിയോ ചിലവർ സ്കിപ്പ് ചെയ്ത് കാണും, പിന്നെ അത് ശ്രദ്ധിക്കില്ല, നമ്മൾ അതെ അറിയില്ല. പിന്നെ ഏതൊക്കെ കോഴ്സുകളുള്ള ഈ കോഴ്സ് ഉണ്ടോ ആ കോഴ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മള് അതൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടും, പിന്നെ ലാസ്റ്റ് ഡേറ്റ് ആയല്ലോ ഓൾറെഡി, ഇപ്പൊ 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ അക്കാഡമിക് ബാച്ച് ഉണ്ട്, ഇവർക്ക് കലണ്ടർ ബാച്ചും വരുന്നുണ്ട്. അക്കാഡമിക് ബാച്ചിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ മാർച്ച് ലാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ UG ഉണ്ട്, PG ഉണ്ട്, പിന്നെ MBA വരുന്ന പ്രോഗ്രാം ഉണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയിലും കുറച്ചും കൂടെ കോഴ്സുകളുണ്ട്. പക്ഷെ നമ്മുടെ ബുക്സ് അവൈലബിൾ, അതായത് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ഇപ്പൊ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്, സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇക്വലൻസിക്ക് ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഭാരതീയർ ചെയ്യുമ്പോഴും അതൊക്കെ തന്നെയാണ്. കാരണം പ്രാക്ടിക്കൽസ് കുട്ടികൾ അവിടെ ഇടും, അത് പിന്നെ ചിലപ്പോൾ പലരും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, തീർക്കാൻ പറ്റാണ്ട് വരും. അപ്പൊ നമ്മള് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് UG പ്രോഗ്രാമിലുള്ളത് BCom, BBA, അതുപോലെ തന്നെ BA പൊളിറ്റിക്കൽ സയൻസ്, BA ഇംഗ്ലീഷ്, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത്ര 5 കോഴ്സാണ് UG പ്രോഗ്രാമിൽ നമുക്ക് ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഉള്ളത്. പിന്നെ നമുക്ക് PG വരുന്നത് MA ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പിന്നെ MA എക്കണോമിക്സ്, MCom ഫിനാൻസ്, ഇത്ര PG വരുന്നുണ്ട്. അതുപോലെ തന്നെ MBA പ്രോഗ്രാം ഉണ്ട്. ഇത്രയും കോഴ്സുകൾക്ക് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കിട്ടില്ലെങ്കിലും ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. പിന്നെ നമ്മൾ PDF പ്രിന്റ് എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരും കുട്ടികൾ. പിന്നെ ഫീസും നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും കൺസേൺ ഉള്ള ഒരു സംഭവമാണ് ഫീസിൻ്റെത്. ബാക്കി ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റീസ് പറയുമ്പോൾ എല്ലാവരും അയ്യോ അതിന് അത്ര ഫീസ് കൂടുതലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ, അതായത് നമ്മൾ ഇതിൽ കുറച്ച് കഷ്ടപ്പെടാനുണ്ട്, നമ്മൾ അവിടെ പോയി എക്സാം എഴുതണം. അപ്പൊ അത് പറയുമ്പോഴും സെന്റർ ഇല്ല എക്സാമിന്. അപ്പൊ നമ്മൾ അവിടെ തന്നെ തമിഴ്നാട് തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ കറക്റ്റ് ഇപ്പോൾ ഒരു സബ്ജക്ട് ഉണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അതായത് വർഷം അവിടെ പോയി എഴുതുന്നവർക്ക് അത് വലിയൊരു പാടായിട്ട് തോന്നില്ല. നമുക്ക് ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു സെന്റർ ഇല്ലല്ലോ, നമ്മൾ നിയറസ്റ്റ് ആയിട്ട് പ്ലേസ് ഇല്ലല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ ഇനിയിപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. നമ്മൾ പുറത്തെ യൂണിവേഴ്സിറ്റികൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ചെയ്യുമ്പോൾ ഇനി ഏറെക്കുറെ അവിടെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ അവിടെ തന്നെ പോയിട്ട് എക്സാം എഴുതേണ്ട ഒരു ചാൻസ് വരും നമുക്ക്. അപ്പൊ പിന്നെ നമ്മൾ ഇനി അതാലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിന്ന് ഇപ്പോ എല്ലാ അപ്രൂവൽസ് ഉള്ള ഇക്വലൻസ് ഒക്കെ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പഴയ യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാട്ടിലെ, നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് നിയർ ബൈ ഇവിടെ കോയമ്പത്തൂരൊക്കെ എക്സാം സെന്റർ കിട്ടും. തമിഴ്നാട്ടിൽ തന്നെ ഇവർക്ക് എക്സാം സെന്റർ എവിടേക്ക് കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ ഇവർക്ക് കൊടുക്കാൻ, നമുക്ക് അവിടെ പോയി പരീക്ഷ എഴുതാൻ പറ്റുമോ, നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ. മെയിനായിട്ട് 31-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ ചെയ്യണം. 31-ാം തീയതിക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് 31-ാം തീയതി ഒന്ന് അഡ്മിഷൻ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. ഒരിക്കലും വെക്കരുത്. നമ്മൾ പരമാവധി 25-ന് മുൻപൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. സൈറ്റ് ഒക്കെ നമുക്ക് അറിയാം, നമ്മൾ ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ പോകും. പിന്നെ ഇപ്പൊ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും സാധ്യതയില്ല. കാരണം ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിയും 31-ാം തീയതി ക്ലോസിംഗ് ആണ്. പിന്നെ ഇനി ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവണ കാര്യം സംശയമാണ്. പിന്നെ പറയും നമ്മളിപ്പോ ഒരു ഫീസ് പറയുമ്പോൾ അയ്യോ ഇത് അങ്ങനെയല്ലല്ലോ, ഇത്ര ഫീസ് ഇല്ലല്ലോ, അങ്ങനെ കുറച്ച് പിള്ളേരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പറഞ്ഞു കേട്ടു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതൊരു ഏതെങ്കിലും ഒരു LSC സെന്ററിലേക്ക് ആയിരിക്കും ചെയ്യുന്നത്. ഭാരതീദാസിന്റെ അഡ്മിഷൻ നമുക്ക് അവിടെ ഒരു എമൗണ്ട് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഇടല്ല ചെയ്യണത്. നമ്മളുടെ ഇടയിൽ LSC സെന്റേഴ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ബുക്സിന്റെ കാര്യത്തിലൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് കാരണം അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലത്തെ ഫീസും നമ്മൾ പറയുന്ന ഫീസും കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ നിങ്ങൾക്ക് കുറച്ചധികം സർവീസസ് ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ എക്സാം ഡേറ്റ് ഇന്റിമേറ്റ് ചെയ്യും, എക്സാം ഫീസ് അടയ്ക്കും, ആപ്ലിക്കേഷൻ അഡ്മിഷൻ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ബുക്സ് തരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് സർവീസ് ചാർജും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ്. പിന്നെ നമ്മൾ സെന്ററിലേക്ക് നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷൻ ഇടുന്നത് സെന്റർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സെന്ററിലേക്കും കൂടിയിട്ടുള്ള എമൗണ്ടും നിങ്ങളുടെ അഡ്മിഷനിൽ ആഡ് ചെയ്യും. അപ്പോൾ പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ചെയ്യുന്ന അഡ്മിഷൻ ഇട്ടവർ നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്യും, അത് ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം ഇൻഫോർമേഷൻ പ്രോപ്പർ ആയിട്ട് പിള്ളേർക്ക് ഫോളോ അപ്പ് ചെയ്യില്ലേ, യൂണിവേഴ്സിറ്റി പ്രോപ്പർ ഇൻഫോർമേഷൻ കൊടുക്കും, അത് ഫോളോ അപ്പ് ചെയ്ത് നിൽക്കാൻ പലർക്കും പറ്റില്ല. അവിടെയാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കമ്പാരിസൺസ് എല്ലാവരും പരമാവധി ഒഴിവാക്കുക. അഡ്മിഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ ഈ കോഴ്സുകളെ ചെയ്യുന്നുള്ളൂ, ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം.